എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെ LBS വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചിട്ടും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ആ ഒരു കോഴ്സ് താല്പര്യമില്ലാതെ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് NOC വാങ്ങിച്ചുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. ഏതൊരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓരോ കോളേജിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ആ ഒരു സമയത്തോട്ടാണ് ഈ ഒരു വേക്കൻസി വെബ്സൈറ്റിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വേക്കൻസി നോക്കാതെ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള കോളേജുകളിലേക്ക് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ NRI കോട്ടയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ NRI കോട്ടയിലേക്ക് ഓപ്ഷൻ വെക്കാവൂ. കാരണം NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് ആ ഒരു NRI കോട്ട ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ നൽകുന്നതല്ല. അതുപോലെ തന്നെ നിലവിൽ ഗവൺമെൻറ് കോളേജ് ഒഴികെ ഏതൊരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചില കോളേജുകൾ NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് LBS വഴി തന്നെ ഇഷ്യൂ ചെയ്യും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾക്ക് ആ ഒരു NOC ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൻ്റെ കോഡ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ NOC വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കോളേജിൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ച അതായത് സിമെറ്റ് ഉൾപ്പെടെ CPAS ഉൾപ്പെടെ ഏതൊരു കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികളും NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അഥവാ നിങ്ങൾക്ക് NOC അവിടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ വിദ്യാർത്ഥികൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഓപ്ഷൻ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 5-ാം തീയതി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ഒക്ടോബർ 7-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ഒക്ടോബർ 10-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് ഒന്നും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ അഡ്മിഷൻ ഇൻ NRI കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിൽ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് ഓപ്ഷൻ നൽകേണ്ടതുള്ളൂ. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക, അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 6 ഓൺ 7/10/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാവിധ കോളേജുകളും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ഏത് കോളേജുകളിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ നൽകുന്നത് അതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഗവൺമെൻറ് കോളേജ് കാണാം. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് കൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജിൽ NRI സീറ്റ്സ് കാണാം. അത് സിമെറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അതായത് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് കോളേജാണ് സിമെറ്റ് എന്ന് പറയുന്നത്. അവിടെ NRI സീറ്റ്സ് കാണാം. അപ്പോൾ NRI കോട്ട സീറ്റ്സ് എന്ന് പ്രത്യേകം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ NRI കോട്ടയിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NRI ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ NRI കോട്ടയിൽ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ആദ്യം NRI കോട്ടയിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഓപ്ഷൻ നൽകിയ രീതിയിൽ തന്നെ ഏത് ഓപ്ഷനാണ് വേണ്ടത് ആ ഒരു ഓപ്ഷൻ നൽകേണ്ടത്
എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെയുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 1, അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഏതാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് 2 എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നൽകാവുന്നതാണ്. ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണമെങ്കിൽ റിമൂവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു 100 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് സേവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്ഷൻസ് സേവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന പേജിൽ നിന്നും പിന്നിലോട്ടേക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ എല്ലാ ഓപ്ഷനും വീണ്ടും നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു 10 ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജിലായിട്ട് നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേസമയം നിങ്ങൾക്ക് കോളേജ് LBS വഴി തന്നെ നിങ്ങൾക്ക് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കോളേജ് അതായത് ഏത് കോളേജാണ് ആ ഒരു കോളേജിൻ്റെ കോഡ് നിങ്ങൾക്ക് അവിടെ ആ ഒരു കോഡ് നെയിം കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്നുറപ്പുള്ള ഏതൊരു കോളേജും പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണോ ആ ഒരു കോളേജ് മുൻഗണനാക്രമത്തിൽ നൽകുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതനുസരിച്ച് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഏത് കോളേജാണ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉൾപ്പെടുത്താവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പിന്നീട് ആ ഒരു കോളേജിൽ നിന്നും NOC തരികയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും അതുപോലെ കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം താല്പര്യമില്ലാത്ത കോളേജ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തരുത്. അതുപോലെ തന്നെ NRI കോട്ടയിൽ ഓപ്ഷൻ വെക്കുന്ന വിദ്യാർത്ഥികൾ NRI ഡോക്യുമെൻറ്റ്സ് കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് തന്നെയല്ലേ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തിയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏത് കോളേജാണ് അതനുസരിച്ച് ഓപ്ഷൻ വയ്ക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജിൽ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ NOC വാങ്ങിച്ച് അത് അപ്ലോഡ് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ വേറെ ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യരുത്. അതേസമയം താല്പര്യമില്ല മറ്റൊരു കോഴ്സിലേക്ക് മാറണം എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NOC അപ്ലോഡ് ചെയ്തുകൊണ്ട് അതുപോലെ LBS വഴി ഇഷ്യൂ ചെയ്തതാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തുക. അതായത് ഓപ്ഷൻസ് നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ഒക്ടോബർ 7-ാം തീയതി പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 10-നുള്ളിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.